ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എഗ് പപ്സാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് എഗ് പപ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു 3 മുട്ട എടുത്തിട്ട് നല്ലോണം ഒന്ന് പുഴുങ്ങിയെടുക്കണം. പിന്നീട് മറ്റൊരു ചട്ടി വെച്ചിട്ട് അത് ചൂടാകുമ്പോഴേക്കും അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ കടുക് പൊട്ടിയതിന് ശേഷം അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ വേപ്പില, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ഞാൻ അളവൊന്നും കൃത്യം പറയുന്നില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ ചെയ്യാം കേട്ടോ. അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല കൂട്ട് അത് പൊടിച്ചതാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം. എന്നിട്ട് അതിലോട്ടൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് പറ്റാനായിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇത് എഗ് പപ്സ് ഉണ്ടാക്കുന്ന ഷീറ്റാണ് കേട്ടോ. ഇത് ഇപ്പം മേടിച്ച് വെച്ചിട്ട് തന്നെ ഒരു 4 ദിവസം ഏറെ ആയി. നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഇത് മേടിച്ചത്. ഇതിലോട്ട് നമ്മൾ ഈ ഗ്രേവി വെച്ചിട്ട് അതിലോട്ട് ഒരു മുട്ടയും കൂടി വെച്ചിട്ട് വേണം ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് 4 വശത്തോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് അതൊന്ന് മടക്കി ഒന്ന് സെറ്റ് ചെയ്യണം. പിന്നെ ഇതിലോട്ട് കുറച്ച് മുട്ട തേച്ച് കൊടുക്കുന്നുണ്ട് പുറമെ. അപ്പം നമ്മളിത് ഓവനിലാണ് ബേക്ക് ചെയ്ത് എടുക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ദേ പപ്സ് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് പുറത്തേക്ക് എടുക്കാം. അപ്പം ഞാൻ വിചാരിച്ചതിലും കുറച്ച് അധികം നല്ല രീതിയിൽ തന്നെ ഇത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. ഇനി നമുക്കിത് പിള്ളേർക്ക് കൊടുക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. അവൾക്ക് തനുവിന് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ പപ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക് യു.